ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇന്ന് കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയൊരു അടിപൊളി ഡിഷ് നമുക്ക് പരിചയപ്പെടാം. കോട്ടയംകാരുടെ ഒരു സൂപ്പർ ഡിഷാണ് കപ്പ ബിരിയാണി. അപ്പോൾ കോട്ടയംകാരുടെ കപ്പ ബിരിയാണി നമുക്ക് മമ്മി ഇന്ന് ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ കപ്പ ബിരിയാണിനെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ട്രഡീഷണൽ രീതിയിൽ പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കേണ്ടിരുന്നത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. പണ്ടുള്ള ആൾക്കാർ ഈ കല്യാണത്തിനും അങ്ങനെ പല പല സദ്യകൾക്കും വലിയ ഒത്തിരി ആൾ കൂടുന്നിടത്തുമൊക്കെ ഇതുപോലെ ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കപ്പ ബിരിയാണി. നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഞാനിവിടെ ഒരു 2 കിലോ കപ്പ കഴുകി തൊലിയൊക്കെ പൊളിച്ച് അത് നല്ലപോലെ കൊത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെള്ളത്തിലിട്ട് നമ്മൾ ശരിക്കും കഴുകിയെടുക്കണം ആദ്യമേ തന്നെ. അപ്പോൾ ഇതാണ് പോത്തിൻ്റെ വാരി. അപ്പോൾ ഇത് നമ്മൾ ഇറച്ചിക്കടയിൽ ചെന്ന് പോത്തിൻ്റെ വാരി തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ ഇത് നമ്മൾ മേടിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി, എന്ന് വെച്ചാൽ ഒത്തിരി ചെറുതാക്കേണ്ട, ഒരു മീഡിയം പീസാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് നമ്മൾ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. വെരി സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമേ തന്നെ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ടർമറിക് പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം കൊറിയാണ്ടർ പൗഡർ 2 സ്പൂൺ ആഡ് ചെയ്യുക. പിന്നീട് കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ചില്ലി പൗഡർ 2 സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ മീറ്റ് മസാല 1 സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ജീരകം കുറച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം ഗരം മസാല പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ പെപ്പർ പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സബോളയും ചെറിയുള്ളിയും പിന്നെ കരിവേപ്പിലയും അത് നമുക്ക് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും തിരുമ്മി ഇതെല്ലാം യോജിപ്പിക്കുക. ഇത് തിരുമുമ്പോൾ ശരിക്കും തിരുമണം. കാരണം മസാല എല്ലാം എല്ലായിടത്തും പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. മസാല എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് കുക്കറിൽ ഇത് ഇട്ട് കഴിഞ്ഞ് നല്ലതുപോലെ വേവിക്കണം. ഒരു 8 അല്ലെങ്കിൽ 9 വിസിൽ അടിച്ചാൽ മാത്രമേ ഇത് ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളം നമ്മൾ ഒഴിക്കണം. കാരണം ഇറച്ചി വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് നമ്മുടെ കപ്പ വേവിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി കപ്പയെല്ലാം ഞുറുക്കി നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ സ്പോഞ്ച് പോലെ വേകണം. നമ്മുടെ കപ്പ റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില, തേങ്ങ, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ നിങ്ങൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അവസാനം വെളിച്ചെണ്ണയ്ക്കകത്ത്
വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തോ ഇല്ലയെന്ന് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ പതുക്കെ നമുക്ക് തുറന്ന് നോക്കാം. വാവ്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 8-9 വിസിലാണ് കറക്റ്റ്. ഇവിടെ നമ്മൾ ഇച്ചിരി ലേശം ഒഴിച്ചിട്ട് പോലും ഇറച്ചിക്കകത്തുനിന്ന് തന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇറച്ചി ഇടുമ്പോൾ വെള്ളം ഒത്തിരി ചേർക്കരുത്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ നല്ലൊരു മണം തേങ്ങയിൽ നിന്ന് വരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം, ഒരു ചുമന്ന ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും നിർത്തുക. അതിനുശേഷം നമ്മുടെ കപ്പയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് വെന്ത് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്തു, നല്ല സ്പോഞ്ച് പോലെ വെന്തിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ, നല്ല സ്പോഞ്ച് പോലെയാണ് വെന്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ വെന്തു. ഇതുപോലെ വേകണം ആ ഒരു കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് വരണമെങ്കിൽ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇറച്ചിയും കപ്പയും കൂടി മിക്സ് ചെയ്യുന്ന രീതിയാണ്. അതിനുവേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന ഇറച്ചി കുക്കറിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് റെഡിയാക്കി നിരത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ കപ്പ എടുത്ത് മുകളിലേക്ക് ശരിക്കും ഇട്ട് കൊടുക്കുക. ഇറച്ചിയുടെ മുകളിൽ ശരിക്കും അത് നിറക്കി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിക്കകത്ത് അടിച്ചു വച്ചിരിക്കുന്ന മസാലയില്ലേ, തേങ്ങയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയ മസാല, ഈ മസാല ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള കപ്പയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമായ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നീര് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഗ്രേവിയും കൂടിയും ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിനുശേഷം ഗ്യാസിൽ വെച്ച് നമുക്ക് ഒന്നുകൂടി ആവി കയറ്റണം. അതിനുവേണ്ടി നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ കപ്പ റെഡി ആയിരിക്കും. ഇപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ, സൂപ്പർ. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഗ്യാസിൽ നിന്ന് എടുത്ത് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ഒരു നല്ല കമ്പ് വെച്ച് അല്ലെങ്കിൽ നല്ലൊരു ഇളക്കാൻ പറ്റുന്ന തവി വെച്ച് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മസാലയും ആ ഇറച്ചിയും അതെല്ലാം കറക്റ്റായിട്ട് ഇത് പിടിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ ഇളക്കുമ്പോൾ ശരിക്കും ഇളക്കി കൊടുക്കണം. ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ കപ്പ ബിരിയാണി കോട്ടയംകാരുടെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. ഇത് നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കാണാൻ, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയും കുറച്ച് സബോളയും ക്യാരറ്റും ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ പ്ലേറ്റിനകത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വാഴയിലയിൽ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് കപ്പ ബിരിയാണി നമ്മൾ എടുക്കുകയാണ്. കുറച്ച് കപ്പ ബിരിയാണി എടുക്കുക, നമ്മുടെ ഇലയിലേക്ക് ഇടുക. വാവ്, അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. പിന്നെ കുറച്ച് സാലഡ് എടുക്കുക. സാലഡ് നമുക്ക് സൈഡിൽ വെക്കുക. പിന്നെ അച്ചാർ എടുക്കുക. നമ്മുടെ കപ്പ ബിരിയാണി എങ്ങനെ നമുക്ക് കഴിച്ചു നോക്കാം.
അപ്പോൾ ഇച്ചിരി സാലഡും ഇച്ചിരി അച്ചാറും മുക്കി കഴിച്ചു നോക്കുക. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ നിങ്ങൾ ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലടിക്കാനും മറക്കരുത്. താങ്ക്